ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. +2 സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. 2024 സോഷ്യോളജി പരീക്ഷ, മാർച്ചിൽ നടന്നിട്ടുള്ള സോഷ്യോളജി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഇനി നമുക്ക് 6 മാർക്കിൻ്റെയും 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. 24 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. 4 ചോദ്യം തന്നിട്ടുണ്ടാവും, 4 എണ്ണത്തിൽ 3 എണ്ണം എഴുതിയാൽ മതി. 6 മാർക്ക് വീതമാണ് ചോദ്യത്തിനുള്ളത്. 24ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് നാഷണൽ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം. ദേശീയ കുടുംബാസൂത്രണ പരിപാടിയുടെ സവിശേഷതകൾ വിവരിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കുടുംബാസൂത്രണ പദ്ധതികൾക്ക് ഊന്നൽ നൽകിയിട്ടുള്ള ഒരു ജനസംഖ്യാ നയമാണ് ഇന്ത്യയിലുള്ളത്. അതിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞാൽ സമൂഹത്തിന് അനുയോജ്യമായ രീതിയിൽ ജനസംഖ്യാ വളർച്ചയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. പലതരത്തിലുള്ള ജനന നിയന്ത്രണ മാർഗങ്ങളും ഇതിനോടനുബന്ധിച്ച് പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പൊതുജന ആരോഗ്യം മുൻനിർത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫാമിലി പ്ലാനിങ്, കുടുംബാസൂത്രണ പദ്ധതികൾ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. ജനസംഖ്യാ പ്രശ്നത്തെക്കുറിച്ചും ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചും ജനങ്ങൾക്കൊരു അവബോധം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, അവതരിപ്പിച്ചിട്ടുള്ളത്. 1975-76 ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് കുടുംബാസൂത്രണ പദ്ധതിക്ക് തിരിച്ചടിയുണ്ടായി. ജനങ്ങളെ കൂട്ടത്തോടെ ബലം പ്രയോഗിച്ച് വന്ധീകരണം നടത്തുന്നു എന്നുള്ള വിമർശനമുണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ സവിശേഷതമായിട്ട് എഴുതാനുള്ളത്. 6 മാർക്കിനാണ്. ഒരു പേജെങ്കിലും നമുക്ക് എഴുതണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ, ഇന്ന് ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. 140 കോടിയിലധികം ജനങ്ങൾ വസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഷോർട്ട് എസ്സേ എഴുതി തുടങ്ങേണ്ടത്. ഇനി അടുത്ത ചോദ്യം, ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം എന്നുള്ളത്. ജാതി വ്യവസ്ഥയുടെ പ്രധാന സവിശേഷതകൾ വിശദീകരിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ +1 പഠിച്ചിട്ടുള്ളതാണ്. ജാതി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പുരാതനമായിട്ടുള്ള ഒരു സാമൂഹിക സ്ഥാപനമാണ് ജാതി എന്നുള്ളത്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ജാതി എന്നുള്ളത്. ഇതിൻ്റെ സവിശേഷതകളാണ് എഴുതിയിട്ടുള്ളത്. ഇത് ജന്മം കൊണ്ടാണ്. ഒന്നാമത്തെ സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ ബർത്താണ് എന്നുള്ളതാണ്. ജന്മം കൊണ്ട് നിർണ്ണയിക്കപ്പെടുന്നതാണ് ജാതി. അതുപോലെ തന്നെ എൻഡോഗമിയാണ്. എൻഡോഗമി എന്ന് പറഞ്ഞാൽ സ്വഗണ വിവാഹമാണ് രണ്ടാമത്തെ സവിശേഷത. അത് എക്സ്പാൻഡ് ചെയ്ത് ദെൻ സ്വഗണ വിവാഹം, എൻഡോഗമിയാണ്, നോട്ട് എക്സോഗമി, അല്ലേ? അന്യഗണ വിവാഹമല്ല, സ്വഗണ വിവാഹമാണ്. ദെൻ ആഹാരം പങ്കുവെക്കൽ എന്നിവയിൽ നിയന്ത്രണമുണ്ട്. ആഹാരങ്ങൾ പങ്കുവെക്കുന്നതിൽ നിയന്ത്രണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഉയർന്ന താഴ്ന്ന പദവി നൽകിയിട്ടുള്ളൊരു ശ്രേണികനും സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ജാതിയിലുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഓരോ ജാതിക്കും ഉപജാതികളും ഉണ്ടായിരിക്കും, ഒരു കുലത്തൊഴിലുണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ജാതി വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. 26ാമത്തെ ചോദ്യമായിട്ടുള്ളത് സംസ്കൃതവൽക്കരണമാണ്. MN ശ്രീനിവാസൻ്റെ ഒരു കൺസെപ്റ്റാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സംസ്കൃതവൽക്കരണം എന്ന് പറഞ്ഞാൽ ഈ ഉപരജാതി വിഭാഗക്കാരുടെ കാര്യങ്ങൾ അവർ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയാണ് പ്രബല സംസ്കൃതവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് അവരുടെ ജീവിത രീതി മറ്റുള്ളതൊക്കെ താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതിക്കാർ ഇത് കണ്ട് ചെയ്യുന്നു, അതുപോലെ സ്വായത്തമാക്കുന്നു. എന്നിട്ട് അവരുടെ ജാതിയിൽ നിന്നൊരു മാറ്റം വരാൻ അവർ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സാൻസ്ക്രിറ്റൈസേഷൻ എന്നുള്ള ഇതുകൊണ്ട് യൂസ് ചെയ്യുന്നത്. MN ശ്രീനിവാസനാണ്. ഇതിനൊരു വിമർശനാത്മകമായിട്ടുള്ളത്, ജാതി എന്നുള്ള സങ്കല്പം ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ള രീതിയിലാണ്. ദെൻ അടുത്തത്, ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്തെ കൊളോണിയൽ ഭരണം ഇന്ത്യൻ സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനമെന്ത് എന്നാണ്. ഓക്കെ, കൊളോണിയലിസം ഇന്ത്യൻ സമൂഹത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ പോസിറ്റീവായിട്ടുള്ള അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഈവിൾസിനെ ഇല്ലാതെയാക്കി എന്നുള്ളത്. കൊളോണിയലിസം സോഷ്യൽ ഈവിൾസിനെ ഇല്ലാതാക്കി എന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റും. സതി ഒഴിവാക്കി, പിന്നെ വിധവാ പുനർവിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു,
സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു. ഇതൊക്കെ അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ്. നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്നുള്ളത് ഇന്ത്യയിലെ കർഷകരെയും മറ്റുള്ള നെയ്ത്തുകാർ പോലെയുള്ള കരകൗശല വിദ്യകൾ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ പട്ടിണിയിലേക്കാക്കി, അത് സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത്. ദെൻ ഇനിയുള്ളത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 28 മുതൽ 30 വരെയുള്ള 3 ചോദ്യങ്ങളിൽ നിന്ന് 2 ഉത്തരം എഴുതിയാൽ മതി. പഞ്ചായത്ത് രാജിൻ്റെ ആദർശങ്ങൾ ഏവ, പഞ്ചായത്ത് രാജിൻ്റെ അധികാരങ്ങളും ഉത്തരവാദിത്വം ചുരുക്കി വിവരിക്കുക എന്നുള്ളത്. രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് ഹരിത വിപ്ലവമാണ്. നമ്മൾ പ്രതീക്ഷിച്ച ഒരു ചോദ്യം തന്നെയാണ് ഹരിത വിപ്ലവം. ഹരിത വിപ്ലവത്തിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ദെൻ അടുത്തത് ചോദിച്ചിട്ടുള്ള സാമൂഹ്യ പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകളാണ് എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഭരണഘടനയിലെ ഫസ്റ്റ് നമുക്ക് പഞ്ചായത്ത് രാജിനെ കുറിച്ച് പറയും. ഭരണഘടനയിലെ 73, 74 ഭേദഗതി പ്രകാരം 1990കളിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് പഞ്ചായത്ത് രാജ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്നുള്ളത്. ത്രിതല തരത്തിലുള്ള പഞ്ചായത്ത് സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നുള്ളതാണ്. ഓക്കെ, പഞ്ചായത്തുകളുടെ അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വികസനത്തിന് പദ്ധതികൾ തയ്യാറാക്കുക, സാമൂഹ്യനീതി വളർത്താനുള്ള പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുക, നികുതികൾ, തിരിവുകൾ, ടോളുകൾ, ഫീസുകൾ ചുമത്തുകയും പിരിച്ചെടുക്കുകയും ചെയ്യുക, ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിന് പ്രോത്സാഹിപ്പിക്കുക, ശ്മശാനങ്ങൾ നിലനിർത്തുക, ജനന മരണ നിരക്ക് രേഖപ്പെടുത്തി സൂക്ഷിക്കുക, ശിശുക്ഷേമ മാതൃകേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, കുടുംബാസൂത്രണ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുക, കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെ പഞ്ചായത്ത് രാജിൻ്റെ അധികാരങ്ങളും ഉത്തരവാദിത്വത്തിലും പെടുന്നതായിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് 8 മാർക്കിന് എഴുതാനുള്ളതാണ്. ദെൻ 29ാമത്തേത് ഹരിത വിപ്ലവത്തിൻ്റെ എന്താണ് ഹരിത വിപ്ലവം? നമ്മുടെ ഫുഡ് പ്രൊഡക്റ്റിൽ ഒരു സെൽഫ് സഫിഷ്യൻസി കൊണ്ടുവരുന്നതിന്, സ്വയം പര്യാപ്തത കൊണ്ടുവരുന്നതിന് 1960കളിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഹരിത വിപ്ലവം എന്നുള്ളത്. ഹരിത വിപ്ലവത്തിന് വേണ്ടി ചെയ്തത് എന്ന് പറഞ്ഞാൽ ഹൈ ഹിൽഡ് വെറൈറ്റീസ് ഓഫ് സീഡ്സ്, അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, അതുപോലെ തന്നെ ഫെർട്ടിലൈസർ, അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്, വളങ്ങൾ, കീടനാശിനികൾ എന്നിവ, അതുപോലെ തന്നെ ജലസേചന സൗകര്യം എന്നിവയൊക്കെ ഉപയോഗിച്ച് കൃഷിയെ ഉന്നതിയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ സമൂഹത്തിലെ 80% വരുന്ന ഇന്ത്യയിലെ ജനങ്ങളെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഹരിതവും. അതിന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് സഫിഷ്യൻസി വന്നു എന്നുള്ള, സ്വയം പര്യാപ്തി വന്നു ഭക്ഷ്യ മേഖലയിൽ എന്നുള്ളത്, അതുപോലെ തന്നെ കൃഷി ലാഭകരമായിട്ട് മാറി എന്നുള്ളതൊക്കെയാണ്. ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിനെ കൊണ്ടുള്ള മെച്ചങ്ങൾ വന്നിട്ടുള്ളത് വൻകിട കർഷകരും അതുപോലെ തന്നെ മധ്യവർത്തികളായിട്ടുള്ള കർഷകർക്കാരുമാണ്. ചെറുകിട കർഷകർക്ക് ഇതുകൊണ്ട് യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ചെറുകിട കർഷകരെ അവരെ ഭൂമിയിൽ നിന്ന്, അതായത് പാട്ടത്തിനെടുത്തുന്ന ഭൂമിയിൽ നിന്ന് തന്നെ അവരെ കുടിയാന്മാരെ പുറത്താക്കി. കൃഷി ലാഭകരമായതുകൊണ്ട് തന്നെ വൻകിട കർഷകർ എന്ത് ചെയ്തു, ആ ഭൂമി കുടിയാന്മാരെ പുറത്താക്കി അവർ തന്നെ കൃഷി ചെയ്യൽ ആരംഭിച്ചു. ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ളതാണ്. ലാസ്റ്റ് സാമൂഹിക പ്രസ്ഥാനത്തിൻ്റെ സവിശേഷത എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ സൂചനകൾ എന്നുള്ളത്, സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ സവിശേഷത സുസ്ഥിരത ആയിരിക്കും, കൂട്ടായ പ്രവർത്തനമായിരിക്കും, അതുപോലെ തന്നെ സംഘാടനവും നേതൃത്വം ഉണ്ടായിരിക്കും, ഘടന ഉണ്ടായിരിക്കും, പൊതുവായ ലക്ഷ്യങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഉണ്ടാവും, മാറ്റങ്ങളോടുള്ള ഒരു പൊതു സമീപനം ഉണ്ടായിരിക്കുമെന്നുള്ളത്. ഇതിൻ്റെ പ്രവർത്തന രീതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന രീതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ യോഗങ്ങൾ സംഘടിപ്പിക്കുക, അതുപോലെ തന്നെ ഗവൺമെൻറ്, മാധ്യമങ്ങൾ എന്നിവയെ സ്വാധീനിക്കാനുള്ള പ്രവർത്തനം, സത്യാഗ്രഹം, പ്രകടനങ്ങൾ എന്നുള്ളത്. സാമൂഹ്യ പ്രസ്ഥാനങ്ങളിൽ നമ്മൾ ചില സിദ്ധാന്തങ്ങളുണ്ട്. ആപേക്ഷിക തിരസ്കരണ സിദ്ധാന്തം പറയുന്നുണ്ട്. ഒരു വിഭാഗം മറ്റുള്ളവരെ മോശമാണെന്ന് തങ്ങളുടെ അവസ്ഥ എന്ന് ചിന്തിക്കുമ്പോഴാണ് സാമൂഹിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ആപേക്ഷിക തിരസ്കരണം. മാൻകാർ ഓൾസൺ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ സ്വാർത്ഥ താല്പര്യം പിന്തുടരുന്ന യുക്തിബോധമുള്ള വ്യക്തികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണം എന്നുള്ളതാണ്. ദെൻ വിഭവ സജ്ജീകരണ സിദ്ധാന്തമായിട്ട് വരുന്നതാണ് വെച്ചാൽ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം വിഭവങ്ങൾ സജ്ജീകരിക്കുന്നതിലുള്ള അതിൻ്റെ കഴിവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ. ഈ മൂന്നും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനാണ്. ആപേക്ഷിക തിരസ്കരണ സിദ്ധാന്തം എഴുതണം, മാൻകാർ ഓൾസൻ്റെ സിദ്ധാന്തം എഴുതണം, വിഭവ സജ്ജീകരണം.
പൊതുവെ എക്സാം എഴുതിയ സോഷ്യോളജി, ഇന്നത്തെ സോഷ്യോളജി പരീക്ഷ എഴുതിയ 70% ആൾക്കാർ പറയുന്നത് സിമ്പിളായിരുന്നു എന്നാണ്. നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ.